വിശുദ്ധ ഏലിയൂത്തേരിയസ്. സ്പോളിറ്റോക്ക് സമീപമുള്ള വിശുദ്ധ മാർക്ക് മഠത്തിലെ സർവസമ്മതനായ ആശ്രമാധിപനായിരുന്നു വിശുദ്ധൻ. അത്ഭുത പ്രവർത്തികൾ നിവർത്തിക്കാൻ പ്രത്യേക വരം സിദ്ധിച്ചയാളെന്ന പേരിലും വിശുദ്ധൻ അറിയപ്പെടുന്നു. തന്റെ ആശ്രമത്തിലെ ശിക്ഷണത്തിൽ ഫലമായി പിശാച് ബാധിതനായ ഒരു കുട്ടിയെ രക്ഷിക്കാൻ വിശുദ്ധന് സാധിച്ചു. ആയിടെ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഈ കുട്ടി ദൈവദാസന്മാരിൽ ഒരാളായതിനാൽ പിശാചിന് ഇവനെ തൊടാൻ പേടിയായിരിക്കും. ഈ വാക്കുകൾ പൊങ്ങച്ചം പറച്ചിലായി കണക്കാക്കിയിട്ടെന്നോണം പിശാച് വീണ്ടും കൂട്ടിൽ കയറി അവനെ ഉപദ്രവിക്കാൻ തുടങ്ങി. മനസാക്ഷിക്കുത്ത് കൃത്യമായി ശ്രദ്ധിക്കുന്ന സന്യാസവര്യൻ തന്റെ തെറ്റിന് എളിമയോടെ കുറ്റസമ്മതം നടത്തി. സാത്താന്റെ സന്നിവേശത്തിൽ നിന്നും കുട്ടിക്ക് പൂർണ്ണ മോചനം കിട്ടുന്നതുവരെ തന്റെ ജനത്തോടൊപ്പം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. വിശുദ്ധനെ പറ്റി ചരിത്രരേഖകളിലുള്ള മറ്റൊരു സംഭവം, ഒരിക്കൽ മഹാനായ വിശുദ്ധ ഗ്രിഗറി മാർപ്പാപ്പയ്ക്ക് അതികഠിനമായ ശാരീരിക അസ്വാസ്ഥ്യം നിമിത്തം ഉയർപ്പിനോടനുബന്ധിച്ച് നോമ്പ് അനുഷ്ഠിക്കാൻ സാധിച്ചില്ല. ആ സമയം പ്രായശ്ചിത്ത പ്രാർത്ഥനയ്ക്കായി ഈ വിശുദ്ധനും കൂട്ടരും വിശുദ്ധ ആൻഡ്രൂസ് പള്ളിയിൽ പോകുന്ന കാലമായിരുന്നു. തന്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തന്നെയും കൂടെ കൊണ്ടുപോകണമെന്ന് മാർപ്പാപ്പ അദ്ദേഹത്തോട് അപേക്ഷിക്കുകയുണ്ടായത്. കണ്ണീരോടെ എലൂയിത്തേരിയസ് പ്രാർത്ഥിച്ച് പള്ളിയിൽ നിന്നും പുറത്തിറങ്ങി. പോപ്പ് ഉന്മേഷഭരിതനായി തീർന്നു. അദ്ദേഹം നോമ്പ് ആരംഭിക്കുകയും ചെയ്തു. ഒരു മരിച്ച മനുഷ്യനെ ഇദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ടെന്നും വിശ്വസിച്ചു പോരുന്നു. ആശ്രമ ചുമതലകളിൽ നിന്നും വിരമിച്ച അദ്ദേഹം റോമിലെ വിശുദ്ധ ആൻഡ്രൂസ് ആശ്രമത്തിൽ വെച്ച് 585 ഇഹലോകവാസം വെടിഞ്ഞു.